സത്യം പറയാം എൻ്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ മക്കളെ ഇതിലോട്ട് വലിച്ചെടുക്കരുത്. ഹായ് ഇപ്പം നിങ്ങളൊക്കെ ഞാൻ റെഡിയായി സുന്ദരിയായിട്ട് അവിടെ പോകണമെന്ന്. ഞാനും പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകാൻ പോണത്. കൃപാസൻ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കൃപാസൻ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു സുതിമോളെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഒന്ന് മാറണമെങ്കിൽ അവിടെ നിന്ന് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി നാളായിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. അത് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ പോയിട്ടില്ലെന്നുള്ളത് നന്നായിട്ട് അറിയാം പള്ളീനെ പറ്റി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇനി. അപ്പോൾ നമുക്ക് ആ പള്ളിയിലെ പരിസരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഞാനും ഉണ്ട്, ചേട്ടായി ഉണ്ട്. ചേട്ടായി ഇതാണ് കേട്ടോ. ഞങ്ങൾ തകർത്ത് വാരാൻ പോവാണ്. പോകുന്ന വഴിയാണ്. ഞങ്ങൾ ഫാമിലി 2 ഫാമിലിയുടെ ഒരുമിച്ചുള്ള പ്രകടനമാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടാ. പള്ളിയിൽ ചെന്നിട്ടുള്ള വ്ളോഗ്സ് ആയിരിക്കും ഇനി അടുത്തത് കേട്ടോ. സുധി ചേച്ചി തരാ അതേ ഇരിക്കണ്. അവരെ എടുക്കണമല്ല, സുട്ടപ്പനെയും കാണിക്കണ്ടേ. അവര് തരാം. അതെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫോണിൽ എടുത്തതാണ്. ഇത് സുധി ചേച്ചിക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് കണ്ടോ, ഞാൻ ആദ്യം വിചാരിച്ച കുത്താപ്പീനാറായിരിക്കും. കുത്താപ്പീനാറിന്റെ ഏകദേശം രൂപം കേട്ടോ. നമ്മള് പോകുന്ന വഴിക്കുള്ളതാണ് കേട്ടോ. ഇതാണ് കൃപാസനം പള്ളി. നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഒച്ചയും വെള്ളമൊന്നും വെക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഒച്ചയെന്ന് പറഞ്ഞാൽ ഇവിടെ പയ്യെ പറഞ്ഞാൽ പറവൂര് കേൾക്കുന്ന ഒച്ചയാണ്. അപ്പോൾ ഫ്ലോറിലൊക്കെ ആണെങ്കിലും അവിടെ സാറ് പറയും സുതിമോളെ ഇവക്ക് മൈക്കൊന്നും കൊടുക്കണ്ട, ഇവള് തന്നെ ചുമ്മാ എന്ന് പറഞ്ഞോട്ടെ, അതുപോലത്തെ ഒച്ചയെന്ന് പറയും. അപ്പോൾ ആ സൗണ്ടൊക്കെ നമ്മളവിടെ ഉണ്ടാവും. അത് കണ്ട അവിടെ ഞാൻ കൈയൊക്കെ മുത്തിച്ചു, കുഞ്ഞിനെ കൊണ്ട് മുത്തിച്ചു. ദൈവമേ കാത്തുകൊള്ളണേന്നൊക്കെ പറഞ്ഞ് സമാധാനത്തിൽ എല്ലാം ശരിയാകണേന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും സുതിമോളെ നിനക്ക് എങ്ങനെ ഈ ഒച്ച കിട്ടിയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പണ്ടെൻ്റെ ആങ്ങളെ പറയുമായിരുന്നു ഇവള് നിരങ്ങി നടന്ന പ്രായത്തിൽ കണ്ട് സ്പീക്കർ വിഴുങ്ങിയതാണെന്ന് പറയുന്നതെന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കിട്ടുകയാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളത് പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. പ്രാർത്ഥിച്ചു. സുണ്ടപ്പം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടോ. നല്ല പ്രാർത്ഥനയും കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടായും ഇച്ചായത്തിയും കൂടെ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു. ഇച്ചായം വീഡിയോ എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചായനെ കാണാത്തത്. സുണ്ടപ്പനെ ചെരുപ്പ് ഇടണമെന്ന് പറയാൻ ഭയങ്കര വഴക്ക്. അങ്ങനെ ചെരുപ്പൊക്കെ ഇടണം. ഭയങ്കര വെയിലായിരുന്നു. സുണ്ടപ്പൻ ആകെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് വെയിൽ കൊണ്ടിട്ട്. എന്ത് ചെയ്യണം. അപ്പോൾ എനിക്കവിടെ ചിരി വന്നിട്ട് പോലായിരുന്നു. പിന്നെ അതേ നടന്നു വരുന്ന വഴിക്ക് നമ്മളെ കാണുന്ന ആൾക്കാരൊക്കെ കണ്ട് പരിചയമുണ്ട് സുതിമോളെന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വരുന്നുണ്ടായിരുന്നു. ഇച്ചായനാണ് പുറകെ വരുന്നത്. അപ്പോൾ അവിടെ തിരി കത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് തിരി കത്തിക്കാനായിട്ട് ഞങ്ങൾ തിരി വാങ്ങി പോകുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ പപ്പടം വിൽക്കാനും ലോട്ടറി വിൽക്കുന്ന അമ്മമാരും ചേച്ചിമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓടി സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. ഒരു ചിരി പമ്പർ ചിരിയിലെ കൊച്ചല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മൾ തിരിച്ചറിയുന്ന വലിയ കാര്യമായിരുന്നു. അങ്ങനെ സുണ്ടപ്പനും ഞാനും കൂടെ ഇച്ചാത്തികളും കൂടി തിരിയൊക്കെ കത്തിച്ചു. എനിക്കാണെങ്കിൽ റോസ് കളർ തിരിയാണ്, അവൾക്ക് വെള്ള കളറായിരുന്നു. അത് തന്നെയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ തിരി കച്ചവടക്കാരൻ റോസ് തന്നതെന്ന് അറിയാൻ മേല. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിയെ കത്തിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ എന്നെ കാണാനും നോക്കാനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നമ്മളിതേ സുണ്ടപ്പൻ ഉറങ്ങുമൊന്നുമല്ല, ചുമ്മാ ഷോ എടുത്ത് കാണിച്ച് കിടക്കുന്നതാണത്. ഇതാണ് കൃപാസനം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ എനിക്ക്. കാരണം ഇന്നൊരു ഒത്തിരി ആൾക്കാർ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണ് ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് വരണം മോളേന്ന്. കാണാൻ കഴിഞ്ഞത് വരാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ. ദൈവം സഹായിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു സുതിമോളെ നീ ആ കൃപാസനത്തിൽ ഒന്ന് പോകണം, പ്രാർത്ഥിക്കണം, നിനക്ക് പറയുന്ന അവസ്ഥയെല്ലാം പറയണം, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒത്തിരി പേര് പറഞ്ഞൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനിയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൃപാസനമൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. എന്താണെന്ന് വെച്ചാൽ സുണ്ടപ്പന് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് കൃപാസനം കാണുന്നത്. എല്ലാവരും ചോദിക്കും സുധി ചുമ്മാ നുണ പറയല്ലേ, ഇത്ര അടുത്തല്ലേ പോയി കണ്ടിട്ടുണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മച്ചി ക്രിസ്ത്യാനിയാണ്. ഞാനിപ്പോൾ ക്രിസ്ത്യാനിയുടെ രീതിയിലാണ് വളർന്നതും എടുത്തതൊക്കെ. എനിക്ക് എപ്പോഴും പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹിന്ദു ഐറ്റത്തിലും എനിക്കിഷ്ടമാണ്. രണ്ടിലും പോകുന്ന ഒരാളാണ്. ജാതി മതമൊന്നും ഇതിൻ്റെ അകത്ത് ആരും കമൻറ്റും ട്രോളാനൊന്നും വരല്ലേ. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനി മതത്തോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ എല്ലാവരും എന്ന് പറയും സുതിമോളെ കഷ്ടപ്പാടെല്ലാം മാറും മോനെ, ഇങ്ങനെ കൃപാസനം നിങ്ങളുടെ അടുത്തല്ലേ, ആലപ്പുഴയല്ലേ,
അതോടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക, അപ്പം സെറ്റാകും നിങ്ങൾ, കുറേയൊക്കെ മാതാവ് കാത്തോളും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ എൻ്റെ അവസ്ഥയിൽ എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്നുള്ളൊരു ഇത് മാത്രമുള്ളൂ എനിക്ക്. ഞാനപ്പം അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എല്ലാവരും പറഞ്ഞു കേട്ടോ പടം ഒന്ന് പോകണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒത്തിരി നമ്മുടെ ശരീരത്തും മനസ്സിനും ഒക്കെ ഒത്തിരി സുഖം തോന്നിയായിരുന്നു കേട്ടോ. കാര്യം എന്ത് പറഞ്ഞാലും കയറി ചെല്ലുന്ന സമയത്താണെങ്കിലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെയാണ് മനസ്സിന് ഒത്തിരി ആശ്വാസം ലഭിച്ചായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അവിടെ പോകണം. സെറ്റായി കണ്ടു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോകാനുള്ളവരൊക്കെ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി മനസ്സിന് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നു. കാരണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഒത്തിരി മനസ്സുഖം കിട്ടിയ പോലെ തോന്നി. പിന്നെ രേഷയുടെ ആണെങ്കിലും ആദ്യമായിട്ടാണ് അവിടെ പോണത്. പിന്നെ ഞാൻ പിള്ളേരില്ലായിരുന്നു, അവർ സ്കൂളിൽ പോയായിരുന്നു, 10ാം ക്ലാസ് ആണല്ലോ. അപ്പോൾ ക്ലാസ് മുടക്കാൻ പറ്റില്ല. അപ്പോൾ സുണ്ടപ്പനും ഞാനും ചേട്ടായും ഇച്ചാനും കൂടെയാണ് പോയത്. ആ വഴി പോയിട്ടുണ്ടെങ്കിൽ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ട്. അത് 2 സ്ഥലം നമുക്ക് ഇത്ര തോന്നിയില്ല. ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് എമൗണ്ട് കൂടുതലാണ്, നമ്മളെ കൊണ്ട് നടക്കില്ലെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ അവർ 5 സെൻറ്റായിട്ട് അത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് മുറിച്ച് കൊടുക്കത്തില്ല. അത് 1 സെൻറ്റിന് 2.25 ലക്ഷം രൂപ എന്താണ് പറയുന്നത്. അതുകൊണ്ട് അത് സംഭവം അടിപൊളിയാണ്. ചേർത്ത ടൗൺ ആയിരുന്നു, നല്ല റോഡിൻ്റെ സൈഡായിരുന്നു. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും എന്ത് ഈ സ്ഥലത്തിൻ്റെ കാര്യം പറയാം. കാരണം നിങ്ങൾ എനിക്ക് തന്ന പൈസ കൊണ്ടാണ് ഞാൻ ഈ സ്ഥലം വാങ്ങണത്. അപ്പം എനിക്ക് എന്ത് ആ സ്ഥലത്തിനെ വീടിനെ സംബന്ധിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞല്ലേ നടക്കുമോ, പറയണമെന്നൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പം ഞാൻ ആ സ്ഥലം പോയി കണ്ടു. നല്ല സ്ഥലമായിരുന്നു. 5 സെൻറ്റാണ്. നല്ല പൂഴിയൊക്കെ ഇട്ട് പൊങ്ങിയ സ്ഥലമാണ്, വെള്ളക്കെട്ടൊന്നുമില്ല. നല്ല ബസ് റൂട്ടുള്ള റോഡ്. നമ്മുടെ മുറ്റത്ത് തന്നെ ആ ബസ് റൂട്ടിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ചേർന്ന സ്ഥലമാണ്. ആ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡ് ആ റോട്ടിൽ നിന്ന് കാല് വെക്കണത് നമ്മുടെ പറമ്പിലോട്ട്. ആ രീതിയിലാണ് സ്ഥലം കിടക്കുന്നത്. നല്ല പൊക്കപ്പുറമാണ്, വെള്ളമൊന്നുമില്ല. നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. പക്ഷേ നമുക്ക് എമൗണ്ട് പറ്റണില്ല. കാരണം 1 സെൻറ്റിന് അവർ 2.25 ലക്ഷം രൂപയാണ് പറയണത്. അപ്പോൾ അതുപോലെ 5 സെൻറ്റ് അവർ കൊടുക്കണത്. അപ്പോൾ 5 സെൻറ്റ് വരുമ്പോഴത്തേക്കും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനലിലെ വരുമാനമൊക്കെ ആണെങ്കിൽ പോലും ഇനി അടുത്ത മാസം മുതലേ വരാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഒരു 6 മാസം എഗ്രിമെൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ശരി കൂടിപ്പോയ 3 മാസം, അതിൽ കൂടുതൽ പറ്റൂല എന്നാണ് പറയണത്. അപ്പോൾ അതാകെ ഒരു വിഷമം വെച്ചാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. അവിടെ സത്യം പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല സ്ഥലം. കാരണം വെള്ളക്കെട്ടില്ല, അതാണ് ഏറ്റവും എനിക്കിഷ്ടം തോന്നിയത്. സ്കൂള് ആശുപത്രി, ടൗണ് എല്ലാം അടുത്തടുത്ത്. ഇപ്പം ഞാൻ ചേച്ചിയുടെ അത് പറയായിരുന്നു, നമുക്ക് കപ്പലിൻ്റെ ഒക്കെ തിന്നുകൊണ്ട് നടന്നു പോയി സിനിമ കണ്ട് വേണം, തിയേറ്ററൊക്കെ അടുത്ത് എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എമൗണ്ടിന് ചെറിയ പ്രശ്നം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇതായി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും അയ്യോ ശ്രുതിക്ക് ഇനിയും പൈസ വേണമെന്നാണോ പറയുന്നത്, ഇനിയും പിരിവെടുക്കണം എന്നാണോ പറയണത്? അങ്ങനെയല്ല, പിരിവെടുക്കാനോ അങ്ങനെ സഹായത്തിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അതും ഓർത്തേക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിചാരിച്ചാൽ എനിക്ക് വേണ്ടിയാണ് ഞാൻ അറിഞ്ഞില്ല, അവർ വീഡിയോ ചെയ്ത് ഇട്ടതിന് ശേഷം എൻ്റെ ഫോണിൽ വന്നപ്പോഴാണ് ഞാൻ അറിയണത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ കരഞ്ഞു പോയി. ഞാനപ്പോൾ ഇച്ചാച്ചതിന് അപ്പം തന്നെ വിളിക്കുകയും ചെയ്തു. വേറെ ഒന്നുമല്ല, അവരെനിക്ക് വേണ്ടി സഹായിക്കണം. ഇതുപോലെ ഞാനിവിടെ മനസ്സ് തുറന്ന് പറയാൻ ഒരാളുണ്ടാകുമ്പോൾ ഒരു സുഖമാണല്ലോ. അതോർത്ത് ഞാനിവിടെ വന്ന് ഇവരുടെ അടുത്ത് സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനത് വിഷമിച്ചില്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാകും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, സുധിമോളെ യൂട്യൂബ് ചാനലിൽ വരുമാനം വന്നോ എന്ന് ചോദിക്കണം. പക്ഷേ ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ റീച്ചുണ്ട്, കയറിപ്പോകും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ അടുത്ത മാസം മുതലാണെങ്കിലും വരുമാനം വരുമെന്നൊരു വിശ്വാസമുണ്ട്. എവിടുന്നേലും കടം മേടിക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആരോടും പിരിവെടുത്ത് സ്ഥലം വാങ്ങിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, എനിക്ക് സ്ഥലം വാങ്ങണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ വരുമാനം കൊണ്ട് മേടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അപ്പോഴാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ജനങ്ങളുടെ സ്നേഹം കൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഏസ് വെച്ചത്. ശരി, എനിക്കത് അങ്ങനെ ചെയ്യാം. അപ്പം ഞാനൊരു അതിൻ്റെ അകത്തൊരു അഹംഭാവം കാണിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കുന്ന ഒരു വീടാണല്ലോ അത്യാവശ്യം, 15 വയസ്സായി. അപ്പോൾ അതേ ഞാൻ ചിന്തിച്ചുള്ളായിരുന്നു. പക്ഷേ ഇവരിട്ട വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നിരിക്കും, എന്നെ ഭയങ്കരമായിട്ട് തളർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തത് അപ്പുറത്ത് വിഷമമായിപ്പോയി. ഒരു റാണി മാത്യു എന്ന് പറഞ്ഞൊരു ആളാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് ആ മെസ്സേജ്. അവർ പറയുന്നത്, നാണമില്ലേ, ഇതിലും ഗതികെട്ട ആൾക്കാർ എന്തോരം ഉണ്ട്, അതുപോലെ തന്നെ ഗതികെട്ട ആൾക്കാർ എന്തോരം ഉണ്ട്. അതുപോലെ തന്നെ അവര് പറയുന്നത് അവരും അതേപോലെ ജീവിക്കണം, അവരെ സഹായിക്കുന്ന പറയണത്. അവര് അങ്ങനെയാണ് ജീവിക്കുക, അവരെ സഹായിക്കണം എന്ന് പറയണത്. പിന്നെ പണിക്കും 2 പേർക്കും ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങള് പ്രമോഷൻ ചെയ്യേണ്ട, ഞങ്ങളുടെ കാശ് സൂക്ഷിച്ച് കൊടുത്തൂടെ, പിന്നെ ഇതിനെ ബാക്കിയുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കണേ അങ്ങനെ പറയണത്. പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം, അതൊക്കെ പിന്നെ പോട്ടെ,
എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞ്, അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക്, മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരദാനമാണ്. ഞങ്ങൾ ആദ്യം എനിക്ക് ആ 2 ട്വിൻസ് ഒറ്റ പ്രസവത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച്. ദൈവം നോക്കുമ്പോഴത്തേക്കും വിചാരിച്ചു 2 ഒരുമിച്ചിരിക്കട്ടെ, അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത്, 2 ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് വാരിക്കോരി 2 മക്കളെ ഒരുമിച്ച് തന്നതാണ്. അല്ല 2 അച്ഛനുണ്ടായ മക്കളല്ല, അത് അവർ ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന, എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ. അങ്ങനെ കിട്ടിയ മക്കളാണ്. അപ്പൊ അവര് മതി, ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് മതി എന്ന് ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം ഞങ്ങൾ അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങൾ സുണ്ടപ്പൻ. അല്ലാതെ ഞങ്ങളിത് കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ. അപ്പൊ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ്. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ എന്റെ സുണ്ടപ്പന് നമ്മൾ പുണ്യമാണ് കേട്ടോ. ചിലപ്പോൾ അവിടെ നാളിന്റെ ആണോ അല്ലെ അവിടെ നല്ലതിന്റെ ആണോ ഞങ്ങളിപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മക്കൾ കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ മക്കളെ ഇതിനകത്ത് വലിച്ചെടുക്കരുത് മാത്രമേ ഉള്ളൂ. കാരണം അവർക്കത് അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്, അത് കാണുമ്പോൾ എടി നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ, അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും സത്യം പറയാം ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞ് എല്ലാവരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്ന. അതിന് മുന്നേ ഒരു സ്തുതി ഉണ്ടായിരുന്നു, ആരും അറിയാവുന്നൊരു സ്തുതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പൊറോട്ട കമ്പനി പോകും, എനിക്ക് നടക്കണമെന്ന് ഇതിലും വലിയ ഫ്ലോർ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പൊറോട്ട കമ്പനി ചെന്ന് പണിയെടുത്തിട്ടുണ്ട്, തുണിക്കട നിന്നിട്ടുണ്ട്, ചെരുപ്പ് കട നിന്നിട്ടുണ്ട്, റേഷൻ കട നിന്നിട്ടുണ്ട്, തെങ്ങ് കയറിയിട്ടുണ്ട്. ഇതും അവിടെ ഹോട്ടലിലൊക്കെ പുറകിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ പണിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ചെയ്യാത്ത പണികളൊന്നുമില്ല, ഹോട്ടലിൽ പണിക്ക് ചെയ്യുന്നത്, വേസ്റ്റ് വരെ കൈകൊണ്ട് വാരിയിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചത് ഒരു സ്തുതി ഉണ്ട്. ആ ഒരു സ്തുതിക്ക് സത്യം പറയാം എൻ്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല ഏസ് വെച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതൊരു വീഡിയോ ആക്കി ഇട്ടാല് ചിലപ്പോൾ എൻ്റെ മക്കൾ നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റുമെന്ന് മാത്രം ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുള്ളായിരുന്നു. അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. ദയവേത് മക്കളെ കൊണ്ട് ഇങ്ങനെ കമന്റൊന്നും ഇടാതിരിക്കും. അതെ, തീർച്ചയായിട്ടും എൻ്റെ മക്കളെ ഇതിലോട്ട് വലിച്ചെടുക്കരുത്, അവർക്കത് വിഷമം ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ചിലപ്പോൾ ഞാനാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ചിരിയുടെ അർത്ഥം കരച്ചിൽ വന്നിട്ടുള്ള ചിരിയാണത്, വേറൊന്നും അല്ല. അപ്പൊ എന്തായാലും അല്ലെ ഇത്രയൊക്കെ ഉള്ളൂ അല്ലെ? തീർച്ചയായിട്ടും ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാരും എന്റെ അടുത്ത് ഇന്നലെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്ഥലത്തിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സ്ഥലം വെള്ളമാണ്. സുതിമോളെ ധൃതി വെക്കരുത്, വെയിറ്റ് ചെയ്ത് ചെയ്യണേ. അത് നല്ല ഭൂമി നോക്കി മേടിക്കണം മോളെ, നല്ല സ്ഥലം വാങ്ങുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ, ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് വന്നിട്ട് ഒത്തിരി അങ്ങനത്തെ കമന്റുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്ഥലം പോയി കണ്ടതിന്റെ അഭിപ്രായം പറഞ്ഞത്. അതൊന്നും ഓർക്കരുത്, ഞാൻ എങ്ങനെയൊക്കെ കടയും മേടിച്ചുണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു നല്ല സ്ഥലമാണ്. 2.25 ലക്ഷം രൂപയാണ് പറഞ്ഞത്. 5 സെന്റായിട്ട് അവർ കൊടുക്കണത്. അത് കുറച്ച് കൊടുക്കണില്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, വെള്ളമില്ല, ഒന്നുമില്ല, നല്ല പ്രദേശം, എല്ലാം കൊണ്ട് സൗകര്യം. ഇവരും വന്നിട്ടുണ്ടായി, വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൃപാസനം കഴിഞ്ഞ് അതുവരെ വന്ന് ആ സ്ഥലവും കണ്ടാണ് പോകുന്നത്. അപ്പൊ മാതാവിന്റെ കരുണ കൊണ്ടായിരിക്കും ആ സ്ഥലം കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എങ്ങനെയും മേടിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നു. നമുക്ക് എങ്ങനെയും മേടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കണം. അപ്പൊ അത് പറയാനാണ് വന്നത്. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. താങ്ക് യു.